ആദ്യമേ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. നമ്മൾ ഇത്രയും നാൾ ആഘോഷിച്ചിരുന്നതെന്നും വളരെ വ്യത്യസ്തമായിട്ട് ആണ് നമ്മൾ ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വിഭവങ്ങൾ എഴുതി വെച്ചിട്ട് കടയിൽ പോയി വാങ്ങിയിട്ടാണ് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് വീട്ടിലുള്ള വിഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, പായസത്തിൽ ഏറ്റവും ഫേമൻ എന്ന് പറയുന്നത് അടപ്പായസമാണ്. എന്നാൽ അതിനോടൊപ്പം നമ്മുടെ വീട്ടിലുള്ള ചെറുപയർ വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെറുപയർ പായസം അടപ്പായസത്തിനേക്കാളും വളരെയധികം ടേസ്റ്റോടുകൂടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അടിക്കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അത് ഉരുളിയാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് നെയ്യ് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ കൊത്തിരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തുണ്ടല്ലോ, അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഇത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. നല്ല ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ക്രിസ്മസ് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളിതിനെ കോരി മാറ്റിയിട്ട് അതേ നെയ്യിൽ നമ്മുടെ കാഷ്യൂനട്ട് ഇട്ട് വറുത്ത് കോരി മാറ്റുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗരിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുപയറെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിനെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെ 10 മിനിറ്റ് ഞാൻ വറുത്തതിന് ശേഷം വേവിച്ച ചെറുപയറാണിത്. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ കുറുകി വരുന്ന ഈ പായസക്കൂട്ടിലോട്ട് നമ്മുടെ ചെറുപയർ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ 2ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇതിനെ തിളപ്പിച്ച് എല്ലാം കൂടെ നല്ല മിക്സായിട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ പലതരത്തിലുള്ള പായസം കഴിച്ചിട്ടുണ്ട്. ചെറുപയർ പായസം കഴിക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അടപ്പായസത്തിനേക്കാളുമൊക്കെ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് നമ്മുടെ 1ാം പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാണുമ്പോഴേ അറിയാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചെറുപയർ പായസം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് ഇങ്ങനെ മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു.